أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن أظلم ممن افترى على الله كذبا فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. قال ادخلوا في أمم قد خلت من قبلكم قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. وقالت أولاهم لأخراهم فما كان لكم علينا من فضل
ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ലിൻ ഫദൂഖുൽ അദാബ് ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്സിബൂൻ. നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുകയും വഴി നടത്തുകയും അവർക്ക് മാതൃകയാകും ചെയ്യുന്നത് പോലെ തന്നെയാണ് ചീത്ത കാര്യങ്ങൾക്കും ചില ആളുകളുടെ പ്രേരണയും പ്രചോദനവും എല്ലാം ഉണ്ടാകും. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആളുകളെ പ്രേരിപ്പിക്കുമ്പോൾ ആ പ്രേരിപ്പിക്കുന്ന ആളുകൾക്കും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രതിഫലമുള്ളതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾക്കും നരകത്തിലേക്കും പ്രേരണ നൽകുകയും പ്രചോദനം നൽകുകയും മാതൃകയാവുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ തെറ്റ് പ്രവർത്തിക്കുന്ന ആളുകളുടെ പോലെ തന്നെ അവർക്കും അതിൽ നിന്നൊരു ശിക്ഷയുടെ പങ്കുണ്ടാകുമെന്നതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ആയത്തുകളിൽ പറയുന്ന ഒരു വലിയ വസ്തുത. ഇപ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ മുൻ തലമുറ, നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു തലമുറ, അതേപോലെ തന്നെ ഒരു സമുദായത്തെ നയിക്കുന്ന നേതാക്കന്മാർ, ഇവർ രണ്ടുപേർക്കും നരകത്തിൽ പോകുന്ന ഓരോ വ്യക്തിയിലും വലിയ പങ്കുണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരറിവുള്ളവരാണ്, അവർ സത്യസന്ധരാണ്, അവർ വിശ്വസ്തരാണ് എന്ന് ജനം വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം അവരുടെ മനസ്സിൽ നിലകൊള്ളുന്നിടത്തോളം കാലം അവർ ചെയ്യുന്നതും അവർ പറഞ്ഞു കൊടുക്കുന്നതും നരകത്തിലേക്കുള്ള വഴിയാണ്, അള്ളാഹുവിൻ്റെ പേരിൽ കളവാണ്, അസത്യമാണ് എന്ന് നമ്മൾ എത്ര തെളിവുകളോടെ സംസാരിച്ചാലും വലിയൊരു വിഭാഗം ജനങ്ങൾ അംഗീകരിക്കൂല. ഇവരത് ചെയ്യൂല, ഇവരത് പറയില്ല എന്നാണ് അവർ പറയുക. അതേപോലെ തന്നെ ഒരു വലിയ തലമുറ, ഒരു നാട്ടിലെ മൊത്തം ജനങ്ങൾ ഒരു നരകത്തിന്റെ വഴിയിൽ ജീവിച്ചു വരുമ്പോൾ അതിൽ നിന്നും അടുത്ത ഒരു തലമുറ അവരെ അന്ധമായി പിന്തുടരുക എന്നതല്ലാതെ അവരുടെ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഈ രണ്ടു കാരണങ്ങളാണ് നരകത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും നരകപ്രവേശനത്തിന്റെ കാരണം. അപ്പൊ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ, ഈ സാധുക്കൾക്ക് ഈ നേതാക്കന്മാർ ഞങ്ങളെ വഴിതെറ്റിക്കുകയായിരുന്നു എന്നും അവർ സത്യവിരുദ്ധമായ മാർഗം സത്യമാർഗമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണെന്നും അവർക്ക് മനസ്സിലാകുക എപ്പോഴാണെങ്കിൽ ഈ രണ്ട് കൂട്ടക്കാര്യങ്ങൾ ഒന്നിച്ച് നരകത്തേക്ക് കയറ്റുമ്പോഴാണ് മനസ്സിലാവുക. ഇവരിപ്പോൾ എന്തപ്പോൾ നരകത്തേക്ക് എന്ന് അപ്പോഴാണ് ചിന്തിക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇവർ കാണിച്ചു തന്ന വഴി നരകത്തിൻ്റെ വഴിയായിരുന്നു. അതേപോലെ തന്നെ അങ്ങേയറ്റം ആദരവോടുകൂടെ കണ്ടിരുന്ന പ്രപിതാക്കളും മുൻ തലമുറയും വാപ്പകാരണവന്മാരും അടങ്ങുന്ന ഒരു ജനവിഭാഗവും നരകത്തിലേക്ക് ഒന്നിച്ച് പിന്നെ അവർ നരകത്തിൽ നിന്ന് അവരുടെ കൂട്ടിമുട്ടുകയാണ്. നരകത്ത് നിന്ന് ഈ രണ്ട് കൂട്ടക്കാരും തമ്മിൽ എന്താണ് ഇങ്ങോട്ട് കൂട്ടിമുട്ടുക. ആ സമയത്ത് ദേഷ്യം സഹിക്ക വയ്യാതെ സത്യം ബോധ്യപ്പെട്ട സാധുക്കളായ ജനങ്ങൾ പറയും, അല്ലാഹുവേ, ഇവർക്ക് നീ കഠിനമായ ശക്തമായ ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ എന്ന് പറയും. അവിടെ രണ്ടു മറുപടികൾ അവർ കേൾക്കേണ്ടി വരും. ഈ നേതാക്കന്മാർ ഞങ്ങളെ വഴിതെറ്റിച്ചു, ഈ മുൻ തലമുറയും കാക്കക്കാരണന്മാരും ഞങ്ങളെ തെറ്റിലേക്ക് നയിച്ചു, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് രണ്ട് മറുപടി അവരോട് പറയും. ഒരു മറുപടി എന്താ വെച്ചാൽ കുല്ലിൻ ലാഫ്, എല്ലാവർക്കും എന്തുണ്ട്? ഇരട്ടുണ്ട്. ഓർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഓർക്കും ഉണ്ട് ഇരട്ടി, നിങ്ങൾക്കും ഉണ്ട് ഇരട്ടി. ഒരു മറുപടി അത്. രണ്ടാമത്തെ ഒരു മറുപടി,
ആരുടേതായിരിക്കും? ഈ നേതാക്കന്മാരുടെയും പൂർവ്വ തലമുറകളുടെയും ഒരു മറുപടി പറയും. ഓൽക്ക് ശിക്ഷ കൊടുക്കണം എന്നല്ലേ പറയും. അപ്പൊ പടച്ചോൻ പറയും എല്ലാവർക്കും ഉണ്ട്, ആർക്കും വ്യത്യാസം. ഈ വഴിപിഴപ്പിച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരും പറയുന്ന മറുപടി എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോ എന്താ ഇപ്പൊ ഞങ്ങളെക്കാളും മെച്ചം? നിങ്ങൾക്ക് ശിക്ഷ കുറക്കാൻ ഞങ്ങളെക്കാളും നിങ്ങൾക്ക് എന്താണ് മികവ്? നിങ്ങൾക്ക് എന്ത് ഫളലാണുള്ളത്? ഞങ്ങളും നിങ്ങളും ഒരേതല്ലേ ചെയ്തു പോകുന്നത്? ഒന്നല്ലേ നമ്മൾ പ്രവർത്തിച്ചത്? പിന്നെന്താ ഞങ്ങൾക്കൊരു അധികം ശിക്ഷ, നിങ്ങൾക്കൊരു കുറവ് എന്താ എന്ന് അവരെന്ത് ചെയ്യും? തിരിച്ചു ചോദിക്കുകയും ചെയ്യുമെന്നാണ്. നരകത്തിൽ വെച്ച് നടക്കുന്ന ഒരു കൂടിക്കാഴ്ച നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാച്ചാൽ, ഈ ആയത്തുകളൊക്കെ ഒന്ന് വെച്ച് മനുഷ്യൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന നിലക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം 1-ാമത്തെ ആയത്തിലാണ് കാണുക. അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളെ മതമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവർ സത്യത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മേൽ നുണ പറയുകയാണ്, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണ്. ഒരു കച്ചവടക്കാരൻ അയാളുടെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തും. മനസ്സിലായില്ലേ? അയാൾക്ക് പുലർത്താൻ കഴിയും. ഏതൊരു കച്ചവടക്കാരനും അവൻ്റെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്താൻ പറ്റും. ഇനി ഈ സത്യസന്ധത പുലർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും തകരാറുകൾ അയാൾക്കുണ്ടെങ്കിൽ ആ വശം അയാളെ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ അയാൾക്ക് അതിലൊരു എക്സ്ക്യൂസ് ഉണ്ടാവും. എന്നാൽ ലോകത്ത് സത്യമായ ദൈവിക ആശയം പ്രബോധനം ചെയ്യാത്ത ഒരു പ്രബോധകനും തൻ്റെ പ്രബോധനത്തിൽ സത്യസന്ധത പുലർത്തുന്നില്ല. സത്യം ഒന്നല്ലേ ഉള്ളൂ, ഒറ്റ സത്യം. ആ സത്യത്തെ പ്രതിനിധീകരിക്കാത്ത ഒരു പ്രബോധകന്മാർക്കും ഒരു മതപ്രചാരകന്മാർക്കും അവരുടെ മതപ്രബോധനത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? സത്യസന്ധത പുലർത്താൻ പറ്റൂല. എന്താ പുലർത്താൻ പറ്റായി? സത്യസന്ധത പുലർത്തിയാൽ അവർ സത്യമതത്തിലാകും. അവരതിൽ സത്യസന്ധത പുലർത്തിയാൽ എന്താകും? അവർ സത്യമതത്തിലാകും. ഒരു ഉദാഹരണം പറയപ്പോ, ഈ യഹോവ സാക്ഷികൾ, ക്രിസ്ത്യാനിലെ യഹോവ സാക്ഷികൾ, അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് പ്രബോധനം. അവരെല്ലാ വീട്ടിലും, നമ്മളൊക്കെ വീടുകൾ വരാണ്, എല്ലാ വീട്ടിലും വരും. സ്ത്രീകളാണ് വരിക. കാരണം സ്ത്രീകൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ആണുങ്ങളുള്ള വീട്ടിലും കയറാം, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലും കയറാം. സ്ത്രീകൾ മാത്രം പോകും. അപ്പം ആണുങ്ങൾ എന്ത് ചെയ്യും? ഒരു പിന്നെ രക്ഷകന്മാരായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വരും, അല്ലെങ്കിൽ ഇവരങ്ങനെ പോകും. അതാ പരിപാടി. അപ്പം ഇവർ കൊടുന്നൊരു ലഘുലേഖയിൽ അവർ പ്രബോധനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഒരു സ്വർഗരാജ്യം ഇവിടെ വരുന്നവരാണ്. മരിച്ചിട്ടല്ല, ഇവിടെ തന്നെ ഒരു സ്വർഗരാജ്യം വരും. അപ്പം ആ സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പം അതിനവർ വിശുദ്ധ ഖുർആനെന്ന് സൂറത്ത് അംബിയായിൽ ഒരു ആയത്തെടുത്തിട്ട് അവരെ ലഘുലേഖയിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ ആയത്ത് കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, പിന്നെ വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങൾ, 6000 ചില്ലാനം വചനം, അതിൽ ആയിരക്കണക്കിന് വചനങ്ങളിൽ പറയുന്നത് സ്വർഗം എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ടാണ്. അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് സ്വർഗം ഈ ഭൂമിയിലാണെന്നുണ്ടാവും? ഒരിക്കലും ഉണ്ടാവൂലല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് ഒരു വചനത്തെ എന്ത് ചെയ്യാണ്? ദുർവ്യാഖ്യാനം ചെയ്യാൻ. ഞാൻ അവരോട് പറഞ്ഞു, ആർക്കും വ്യാജം ചെയ്യാൻ പറ്റും. കച്ചവടക്കാരന് വ്യാജം ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷേ ഒരു മതം പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജം, കള്ളത്തരം ചെയ്യാൻ പാടില്ല. കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ മതപ്രബോധനം നടത്തുന്നത്? എന്തിനാണ്? മതമെന്ന് പറഞ്ഞാലും ധർമ്മമെന്ന് പറഞ്ഞാലും അതൊക്കെ സത്യസന്ധതയല്ലേ? അപ്പൊ ഈ സത്യസന്ധത അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പ്രബോധനം ചെയ്യണത്? ഇപ്പൊ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഈ ലഘുലേഖയിൽ എന്തുണ്ട്? നിങ്ങൾ ഒരു ദൈവവചനത്തെ എന്ത് ചെയ്തു? അസ്ഥാനത്ത് ഉപയോഗിച്ചു. എന്തിനാ നിങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിച്ച്? നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അസത്യം എന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി നമുക്ക്. നിങ്ങളെ ലഘുലേഖ വായിക്കേ വേണ്ട. കാരണം നിങ്ങളത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? എന്ത് മതി? സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ ചെയ്താൽ പോരെ. നിങ്ങൾ വാസ്തവവിരുദ്ധമായി ഖുർആൻ എന്നൊരു ആയത്തെടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളത് സത്യമല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മതപ്രബോധനത്തിൽ പോലും എന്ത് ചെയ്യുന്നു? വ്യാജം പ്രവർത്തിക്കുന്നു, തെറ്റ് പ്രവർത്തിക്കുന്നു.
പുസ്തകത്തിൽ ആരും, ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുകളാകട്ടെ വിഭാഗങ്ങളാകട്ടെ, സ്വർഗത്തിലേക്ക് ഒരു വഴിയുള്ളൂ. ആ വഴിയിലേക്ക് പ്രബോധനം ചെയ്യാത്തവർക്കൊക്കെ കള്ളത്തരം ചെയ്യണം. കോട്ടിമാട്ടി നുണ പറഞ്ഞ് ആളുകളെ കൺഫ്യൂഷൻ ആക്കാതെ പറ്റൂല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരെ പ്രതീക്ഷ എന്താണെന്നറിയോ? എന്താ പ്രതീക്ഷ? ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഈ ഔലിയാക്കന്മാര്, ഈ നേർച്ചക്കാര്, ഈ മഹാന്മാര്, ഇത് കുറച്ചൊക്കെ വ്യാജം നമ്മൾ ചെയ്താലും പരലോകത്തെത്തും പോലൊക്കെ അവിടെ ഉണ്ടാവൂലേ? അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മക്ക് വേണ്ടില്ലേ പൊയ്ക്കോ പറയും, നമ്മക്ക് വേണ്ടി ചെയ്താലേ പൊയ്ക്കോ എന്ന് പറയുന്നതാണ്. പക്ഷെ എന്താ ഉണ്ടാകുക? നിങ്ങൾ ഇവരെ കാണൂല. ഈ നേർച്ചക്കാരി ഔലിയാക്കന്മാരൊന്നും അവിടുന്ന് എന്താവൂല, കാണൂല. ഓലിവിടെ തിരിഞ്ഞു നോക്കൂല. ഓല ആരപ്പ ഉണ്ടാകുക? ഒരു അമ്മളപ്പ ഉണ്ടാകുക. ഒരു സത്യത്തിന്റെ കക്ഷിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക ഉണ്ടാകുക. അപ്പളെ പോലെ അന്തം വിടും. ഇവർക്കും വേണ്ടി ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഇവരൊന്നും നമ്മളെ സഹായിക്കാൻ ഇല്ലല്ലോ എന്ന തിരിച്ചറിവ് അവിടെ വെച്ചാണ് അവർക്കുണ്ടാവുക. ഇതൊക്കെ വലിയ നഷ്ടമാണ്. കാരണം സത്യമാണെന്ന് വിചാരിച്ച് അസത്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ അസത്യത്തിന്റെയും തിന്മയുടെയും ആളുകളുടെ ദുരന്തം തുടങ്ങുന്നത് മഹ്ശറയിൽ നിന്നല്ല, മരണം തൊട്ട് തുടങ്ങും. അപ്പൊ മരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ്, ഞങ്ങൾ വന്ന വഴി തെറ്റാണല്ലോ. കാരണം ആത്മാവിനെ പിടിക്കാൻ വന്ന മലക്കും മരണത്തിന്റെ സ്വഭാവം കാണുമ്പോഴേക്ക് തന്നെ പിഴച്ചു എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അവർക്ക് തിരിയാണ്, നമ്മൾ വന്ന വഴി എന്തല്ല, സത്യമല്ല, ശരിയല്ല എന്ന് അവർക്ക് എന്ത് ചെയ്യാണ്? മനസ്സിലാകുകയാണ്. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യും? വരുമ്പോ തന്നെ മലക്കുകളെ ചോദിക്കും, അല്ല നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ വിചാരിച്ച കുറെ നേർച്ചക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഓല് വരേണ്ട സമയമായി. നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച മഹത്തുക്കളും പുണ്യാത്മാക്കളും ഒക്കെ ഹാജരാവേണ്ട സമയമായിരിക്കുന്നു. എന്താ? നിങ്ങൾ വലിയ പ്രതിസന്ധിയിലപ്പോ കിടക്കണേ. കാരണം ദുഷിച്ച ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകളാണ് വന്നിരിക്കുന്നത്. എവിടെ? വിളിച്ചോളി ഓരെ എന്ന് പറയുന്ന. അപ്പൊ വരെ മറുപടിയാണെന്ത്? ഓലൊക്കെ പോയി, ഞങ്ങൾ പിഴച്ചവരായിരുന്നു എന്നതിന് ഞങ്ങളിതാ ഇപ്പോൾ സാക്ഷി പറയുന്നു എന്ന് അവർ പറയുന്നതാണ്. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ. അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുകയോ ചമച്ചവനെക്കാളും അക്രമിയായിട്ട് ആരാണുള്ളത്? രണ്ട് കാര്യമാണ് അവൻ ചെയ്തത്. ഒന്ന്, അള്ളാഹുവിന്റെ മേൽ എന്ത് ചെയ്തു? വ്യാജം കെട്ടിച്ചമച്ചു. ലാ അഹദുൻ അദ്ലം, ഇതിനേക്കാളും അക്രമി ഒരാളുമില്ല. വ്യഭിചരിച്ചവനോ കൊല ചെയ്തവനോ മറ്റധർമ്മങ്ങൾ പ്രവർത്തിച്ചവനോ ഒരു പുരുഷായുസ് മുഴുവൻ തിന്മ മാത്രം ചെയ്തവനോ ഒന്നും ഇത്ര അക്രമിയല്ല. ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മനിഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹിന്റെ മേൽ നുണ പറയാം. അല്ല പറഞ്ഞത് അള്ളാഹോട് നേരിട്ട് പ്രാർത്ഥിക്കാനല്ല. അല്ല പറഞ്ഞത് എന്താണ്? നേർച്ചക്കാർ വഴിയും മഹാത്മാക്കൾ വഴിയും എന്നോട് പ്രാർത്ഥിച്ചോ എന്നാണ്. ആര് പറഞ്ഞത്? അല്ല പറഞ്ഞത്. അള്ളാഹിന്റെ പേരിൽ കളവാണ്. അല്ല അങ്ങനെ പറഞ്ഞു? അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഔ കദ്ദബ ബിആയാതി, അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങളെ, ആയത്തുകളെ വ്യാജമാക്കുകയോ, അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങളെ വ്യാജമാക്കുകയോ അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുകയോ ചെയ്തവനെക്കാളും അക്രമിയായി മറ്റൊരാളുമില്ല. ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ കേട്ടോ, ഏറ്റവും വലിയ തിന്മ എന്താണത്? വിനിസ്ബത്തി ശരീകി ലഹു, അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയാം. ഈ ലോകത്തുള്ള മനുഷ്യരിൽ ഇയാൾക്കൊരു പ്രത്യേകത, ഓ പടച്ചോനോട് കുറച്ച് ബന്ധമുള്ള ആളാണ്, പടച്ചോനോട് ബന്ധമുണ്ട് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പടച്ചോൻ പറഞ്ഞു, വല്ല വഹിയും വന്നു, നോണയാണ് പറയുന്നേ. പടച്ചോനായിട്ട് ബന്ധമുള്ള ആളാ ഇയാള്. എന്തടിസ്ഥാനത്തിൽ പടച്ചോനായിട്ട് പടച്ചവന്റെ അയാളുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള തെളിവെന്താ? പടച്ചോൻ പറയണ്ടേ, നമുക്ക് മനസ്സിലാവും. കളവല്ലേ ആ പറയണത്.
അവി തഖവ്വുൽ അലൈഹി മാലം യഖുൽ, അല്ല പറയാത്തത് അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചു പറയുക. അള്ളാഹുവിന്റെ മേൽ അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു ഭൂമിയെ പുണ്യഭൂമിയായി നിശ്ചയിക്കുക. അതിനല്ല പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ ഭൂമിക്ക്, ഇറാഖിലെ ഇന്ന ഭൂമിക്കും ഇന്ന ഖബറിന്റെ പരിസരത്തിനും ഒരു പുണ്യം അല്ല നിശ്ചയിച്ചു. മഅദല്ലാഹ്, അല്ല പുണ്യം നിശ്ചയിക്കാത്തൊരു ഭൂമിയിൽ അല്ല പുണ്യം നിശ്ചയിച്ചു. അല്ല പുണ്യം നിശ്ചയിക്കാത്തൊരു വ്യക്തിയിൽ അവർ പുണ്യം ആരോപിക്കുക, മഹത്വം ആരോപിക്കുക. എന്താണ് അതിനേക്കാളും ചെയ്യാനുള്ളത്? ഔ കദ്ദബ ബിആയാതി അൽവാളിഹ അൽമുബയ്യിന ലിൽഹഖിൽ മുബീൻ, വ്യക്തമായ സത്യത്തെ വിശദീകരിക്കുന്ന വ്യക്തമാക്കുന്ന വചനങ്ങളെ ഒന്നുമില്ല, നേർക്കണ് വായിച്ച അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് ആ ആയത്ത് അതിന് നേരെ വിരുദ്ധമായ ആശയങ്ങൾക്ക് എന്ത് ചെയ്യാ, പറയാം. അൽ ഹാദിയ ഇല സിറാത്തിൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന സത്യവചനങ്ങളെ അസത്യത്തിലേക്കുള്ള തെളിവുകളായി ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ദുനിയാവില് ഈ ഔലിയാക്കന്മാർക്കും ഈ നേതാക്കന്മാർക്കൊക്കെ നല്ല കാറും നല്ല സൗകര്യമൊക്കെ കിട്ടും. വനാലഹും നസീബുഹും മിമ്മാ കാന മക്തൂബൻ ലഹും ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. എന്തേ പറഞ്ഞു പറയും? ഉലായിക, ആ വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലായിക യനാലുഹും നസീബുഹും മിനൽ കിതാബ്. ഉലായിക യനാലുഹും, ഏത്? ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹത്തിന്റെയും നിമിത്തമായ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മേൽ നുണ പറഞ്ഞിട്ടും അവന്റെ വ്യക്തവചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്താലും ഈ മഹാ അക്രമികൾക്ക് അവൻ അള്ളാഹു മൂലരേഖയിൽ എന്തെല്ലാം വിധിച്ചിട്ടുണ്ടോ അതൊക്കെ അവർക്ക് കിട്ടും. അവർക്ക് നല്ല സ്വത്ത് കിട്ടാനും സുഖം കിട്ടാനും അധികാരം കിട്ടാനും നല്ല ഭംഗി കിട്ടാനും നേതൃത്വം കിട്ടാനും എന്തൊക്കെ ഓല മൂലരേഖയിൽ വിധിയായി എഴുതിയപ്പെട്ടോ അതൊക്കെ ഇവർക്ക് കിട്ടും. അപ്പൊ അത് കിട്ടുമ്പോ ഇവര് പറഞ്ഞ നുണയൊക്കെ ശരിയാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അതവർക്ക് അല്ല ദുനിയാവിൽ കൊടുക്കാൻ തീരുമാനിച്ച വിധിയുടെ രേഖയിൽ രേഖപ്പെടുത്തി വെക്കും. ഇപ്പോ ഇത്രയൊക്കെ അള്ളാന്റെ ദീനെ നുണ പറഞ്ഞടക്കണ ആൾക്കാർ, ഉൽക്ക് എന്താ എത്ര പണം, എത്ര സ്വാധീനം, എത്ര പള്ളി, അവൻ ചോദിക്കണ്ട. അതൊക്കെ ഓലെ കിതാബിൽ എഴുതിച്ചാണ്. അതൊക്കെ ഓൽക്ക് സമയം വരുമ്പോ എന്ത് ചെയ്യും കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അത്ഭുതപ്പെടേണ്ട. അത് കണ്ട് അവർ ശരിയുടെ ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഉലായിക യനാലുഹും, അക്കൂട്ടർ കരസ്ഥമാക്കും, നസീബുഹും, എന്താണ്? മിനൽ കിതാബ്, ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള അവരുടെ ഓഹരി അവർക്ക് എത്തിക്കിട്ടും. യനാലുഹും നസീബുഹും, ഓഹരി അവർക്ക് വന്നു ചേരും. ഓർക്ക് വിധിച്ചതൊക്കെ അവർക്ക് എന്ത് ചെയ്യും കിട്ടും എന്നർത്ഥം. എന്താണത്? അവർക്ക് കിട്ടും. മിമ്മാ കാന മക്തൂബൻ ലഹും ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് അവർക്ക് കിട്ടും. യതമത്തഊന ഖലീലൻ സുമ്മ യുഅദ്ദബൂന തവീലൻ, കുറച്ചൊക്കെ ഒരു സുഖിക്കും ദുനിയാവിൽ. അത് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ജീവിച്ചതിന്റെ കോടിക്കോടി ഇരട്ടി ആയുഷ്കാലം, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിനം. അങ്ങനത്തെ ഒരു ലോകത്ത് അവർക്ക് അതിതീവ്രവും തീഷ്ണവുമായ കഷ്ടപ്പാടുകൾ വന്നുപെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? ദുനിയാവിലുള്ള ഓഹരിക്ക് അവർക്ക് കിട്ടും. അതൊന്നും അതിന്റെ പേരിൽ ചിലപ്പോ മുടങ്ങിക്കൊള്ളണമെന്നില്ല. എന്നിട്ടോ ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും, ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ, അങ്ങനെ അവരുടെ അവസാനം അവരെ പിടിച്ചെടുക്കാനായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്ത് വരുമ്പോൾ, അങ്ങനെ എല്ലാ തമ്മാടിത്തവും വ്യാജവും അള്ളാഹുവിന് മേൽ കളവും കഴിഞ്ഞ് ദുനിയാവൊന്ന് കിട്ടാനുള്ളതൊക്കെ തിന്നു കുടിച്ച് അവസാനം കണ്ണ് ചിമ്മാൻ മരിക്കാൻ ഒരുങ്ങുമ്പോൾ ആര് വരും? മരണത്തെ പിടിക്കാനുള്ള മലക്ക് അവരുടെ അടുക്കൽ വരും. ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും, അങ്ങനെ അവരോട് ചോദിക്കും, ഖാലു ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, ആര് അള്ളാഹിന്റെ മേൽ വ്യാജം കെട്ടിപ്പറഞ്ഞ്
അവസാനം എന്ത് ചെയ്യാണ്? മലക്കുകൾ വന്ന് ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ തന്നെ ചോദിക്കുകയാണ്, അയ്നമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ എവിടെയാണ്? എവിടെയാണ്? മിനൽ അസ്നാം വൽ ഔസാൻ, നിങ്ങൾ പല ബിംബങ്ങളെയും പല മഹത്തുക്കളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്നില്ലേ? ഇതാ ഫഖദ് ജാഅ വഖ്തുൽ ഹാജ, ആവശ്യത്തിന്റെ സമയം വന്നു. നിങ്ങൾ ഇതുവരെ ആദരിച്ച് ബഹുമാനിച്ച് നേർച്ചെടുത്ത് കൊണ്ടുവന്നോലെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ കിട്ടണം. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. വേം നോയിക്കോളി, വേം വിളിച്ചോളി. പോലെ നിങ്ങൾ ഇടങ്ങേറ് വരുമ്പോഴൊക്കെ വിളിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലെ നിങ്ങൾക്ക് ഇപ്പം കിട്ടേണ്ട അത്യാവശ്യ സമയമാണിപ്പോൾ. അതുകൊണ്ട് വിളിച്ചോളി. ഔലിയാക്കന്മാരി നേർച്ചക്കാരി ഒക്കെ വിളിച്ചോളി. നിങ്ങൾക്ക് വല്ല ഉപകാരവും ഓരെ കൊണ്ടുണ്ടെങ്കിൽ ഇപ്പം വിളിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും തടുത്തു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓലെ വിളിച്ചോളി. എന്താ മറുപടി കേട്ടോളി? ഖാലൂ അയ്നമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാ ഖാലൂ ലല്ലു അന്നാ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഖാലൂ, അവർ പറയും, ലല്ലു അന്ന, ലല്ലു അന്ന, അവർ ഞങ്ങളെ വിട്ടു മറഞ്ഞു പോയി. ലല്ലു അന്ന ഇൽ മഹല്ലു വബതലു, അതൊക്കെ പാഴായിപ്പോയി, വെറുതെയായിപ്പോയി, നിഷ്ഫലമായി പോയി. വശഹിദു അലാ അൻഫുസിഹിം, വശഹിദു അലാ അൻഫുസിഹിം, അവർ അവർക്കെതിരിൽ സാക്ഷി പറയും. അന്നഹും കാനൂ കാഫിരീൻ, തങ്ങൾ അവിശ്വാസികളായിരുന്നു എന്ന് തങ്ങൾക്കു തന്നെ എതിരിൽ അവർ സാക്ഷ്യം വഹിക്കും. കാഫിറാണ് എന്ന് സമ്മതിച്ചിട്ടാണ് മരിക്കും. ആ സമയത്ത് കാഫിറാണ് എന്ന് സമ്മതിച്ചു കേട്ട് അവരണ്ട് സ്വയം സമ്മതിച്ചവർ മരിക്കും. അതാണ് ഖാല ദുഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. ഖാല, ആര് പറയും? അല്ലാഹു പറയും. അല്ലാഹു പറയും. എന്താ പറയാ? ഉദ്ഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള മുൻ സമുദായങ്ങളുടെ കൂട്ടത്തിൽ നരകത്തേക്ക് പോയിക്കോളീ. അപ്പൊ എന്താ, ആദം നബിന്റെ കാലം തൊട്ട് നരകത്തേക്ക് പോണൊരു കൂട്ടക്കാരുണ്ട്, ഒരേ സ്വഭാവക്കാർ. അപ്പൊ നിങ്ങൾ ഓലപ്പങ്ങട് നരകത്തേക്ക് കയറിക്കോളി എന്ന് പറയും. ഖാലദുഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. മുമ്പ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യരിലും ജിന്നുകളിലും ഉള്ളവരിലൂടെ കൂടെ നിങ്ങളും നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ ഓരോ തലമുറകളും ഇങ്ങനെ വരികയാണ്. കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ, കുല്ലമാ ദഖലത് ഉമ്മത്തുൻ, അങ്ങനെ ഓരോ സമുദായവും അതിൽ പ്രവേശിക്കുമ്പോൾ ലഅനത് ഉഖ്തഹാ, അത് അതിൻ്റെ സഹോദര സമുദായത്തെ ശപിക്കും. നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ പയച്ചത്, നിങ്ങളെ മാതൃകയാണ് ഞങ്ങൾ സ്വീകരിച്ചത്, നിങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. നമ്മൾ ഒരാളെയും അന്ധമായി വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളെയും അന്ധമായി വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇനി വിശ്വസിക്കണമെങ്കിലോ അതിനു മാത്രം സത്യത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അയാളുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ പറയുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ സ്വീകരിക്കാം. ചില ആളുകൾ തെളിവൊക്കെ നല്ല പറയും, പക്ഷെ എന്തുണ്ടാവില്ല, അതുമായി അവർക്ക് ജീവിതത്തിലൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും അവർക്ക് മറ്റെന്തോ താല്പര്യത്തിന് വേണ്ടിയാണ് അവരടുത്ത ഘട്ടം പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടകരമായതായിരിക്കാം പിന്നെ മനസ്സിലാവും. അങ്ങനെ അതിൽ വെച്ചുകൊണ്ട് അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരെല്ലാവരും പാടെ എന്ത് ചെയ്യും? എവിടുന്ന്? നരകത്തുനിന്ന് പരസ്പരം അവരെന്ത് ചെയ്യും? കണ്ടുമുട്ടും.
അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന സമയം. ഐ ഇജ്തമഅ ഫിന്നാരി ജമീഉ അഹ്ലിഹാ മിനൽ അവ്വലീന വൽ ആഖിരീൻ വൽ ഖാദത്തു വറുഅസാ. സാമൂഹിക നേതാക്കന്മാര്, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ആദ്യത്തവരും അവസാനത്തവരും എല്ലാവരും വടവൽ മുഖല്ലിദിൽ അത്ബാഹ്. എന്താണ്? അന്ധമായി അനുകരിച്ചിരുന്ന പിൻഗാമികൾ. എന്താണ്? അന്ധമായി ഒരു ശരിയോ തെളിവോ ഒന്നും ചോദിക്കാതെ ഇവര് പറഞ്ഞ തെറ്റൂലെന്ന് വിചാരിച്ച മുഖല്ലിദീങ്ങൾ, അവരെ പിൻപറ്റിയ ആളുകളും എന്ത് ചെയ്യും? ഒന്നിച്ച് നരകത്തിൽ വെച്ച് കൂട്ടിമുട്ടുണ്ട്. കൂട്ടിമുട്ടുമ്പോൾ എന്താ പറയാ? കാലത്ത് ഉഖ്റാഹും ലിഊലാഹും. അവസാനത്തവർ ആദ്യത്തവരോട് പറയും. അവസാനത്തവർ ആദ്യത്തവർ എന്ന് പറയുമ്പോൾ ഒന്ന് നേതാക്കന്മാരും അനുയായികളും എന്നുമുണ്ട്, ഒന്ന് ആദ്യ സമുദായവും ഒന്ന് അടുത്ത സമുദായവും. ഇവർ തമ്മിൽ എന്തു പറയും? റബ്ബനാ ഹൗലാഇ അളല്ലൂനാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഇക്കൂട്ടർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. നരകത്തെന്ന് പറയണേ, ഈ നേതാക്കന്മാരുണ്ടല്ലോ, ഇവരെ ഞങ്ങളെ പറ്റിച്ചത്. അതുകൊണ്ട് ഫആതിഹിം അദാബൻ ലിഫം മിനൻ നാർ. ഫആതിഹിം അദാബ, അവർക്ക് നീ ശിക്ഷ നൽകണം. ലിഫൻ, ഇരട്ടി, മിനൻ നാരി, നരകത്തിൽ. ഞങ്ങളെ നരകത്തിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് നീ ഇരട്ടി കൊടുക്കണം എന്നാണ്. ഇരട്ടി കൊടുക്കണം. ഇപ്പൊ എന്താ അള്ളാന്റെ മറുപടി? കാലലിക്കുല്ലിൻ ളിഫ്. എല്ലാവർക്കും ഇരട്ടുണ്ട്, ഓർക്ക് മാത്രമല്ല, നിങ്ങൾക്കുണ്ട് ഇരട്ടി, അവർക്കുണ്ട് ഇരട്ടി. വലകില്ലാ തഅലമൂൻ, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. എല്ലാവർക്കും ഇരട്ടിണ്ട് എന്നാ പറയാം കേട്ടോ. എല്ലാവർക്കും ഇരട്ടി കിട്ടും. അപ്പോ ഇരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞവരോട് കൊടുക്കപ്പെടേണ്ട നേതാക്കന്മാരും പൂർവ്വ തലമുറകളും അവരെ വഴിതെറ്റിച്ചവരും അവരോട് പറയും, വഖാലത് ഊലാഹും ലിഉഖ്റാഹും. എന്ത് ചെയ്യും? ആദ്യത്തവർ അവസാനത്തവരോട് പറയും, ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളിൽ. ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. രണ്ടുകൂട്ടർക്കും ഒരേ ശിക്ഷന് പടച്ചോൻ പറയും. അപ്പൊ പറയും, നിങ്ങൾക്കൊരു പ്രത്യേകത ഞങ്ങളെക്കാളില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ശിക്ഷയാണ്. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്സിബൂൻ. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതു നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സമ്പാദിച്ചതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയാം. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ തെളിവുകൾ ജനങ്ങൾക്ക് ലൈവായി പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ആളല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് നബിയിൽ വിശ്വസിച്ച ആൾക്കാർ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞൊരു വാക്കെന്താ അറിയും? അവർ വിശ്വസിക്കാതെക്കാൻ കാരണം എന്താ അറിയും? ഒന്ന്, അവിടെ വാപ്പകാരവനവന്മാർ തുടർന്നു വന്നൊരു പാരമ്പര്യത്തിൽ നിന്നും എന്ത് ചെയ്യണം? വേറിട്ട് ജീവിക്കണം. അവർ വിശ്വസിക്കുന്ന നേതാക്കന്മാരെയും ഗോത്ര തലവന്മാരെയും അസത്യവാന്മാരാണെന്ന് തിരുത്തി പറയണം. അത് രണ്ടുപേർക്കും പറ്റൂല. അതുകൊണ്ടാണ് വിശ്വാസത്തോട് പറഞ്ഞത്, ഇന്നമാ അഅലുക്കും ബിവാഹിദ. ഇനി ഒരൊറ്റ കാര്യങ്ങളോട് പറയണം. ഒറ്റ കാര്യം. ഒരു ഇസ്ലാമിക ജീവിതം മുഴുവൻ പഠിപ്പിക്കാൻ വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ ഒരു കാര്യം പറയാനുള്ളത്? ഒറ്റ കാര്യം. അത് നിങ്ങൾ കേൾക്കണം. എന്താണ്? നിങ്ങൾ ഒറ്റക്കോ ഈ രണ്ടാളായിട്ടോ ഒന്ന് ചിന്തിക്കണം. ഈ കൂട്ടത്തുനിന്ന് നേതാക്കന്മാരെന്നൊക്കെ പോയിട്ട് ഞാനിപ്പോ ഈ ചെയ്യണതൊക്കെ ശരി തന്നെയാണോ എന്ന് നിങ്ങൾ ഒറ്റക്കൊന്ന് ആലോചിക്കണം. ഒറ്റക്ക് ആലോചിക്കുമ്പോൾ എന്ത് കിട്ടുള്ളൂ? വേർതിരിഞ്ഞ് മനസ്സിലാവും. ഒറ്റക്ക് ആലോചിക്കാത്തവൻ എന്ത് കിട്ടൂല? ഒരിക്കലും. ഇനി ഒറ്റക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ഏകദേശം ശരി മനസ്സിലാവുമ്പോഴേക്കിന് ഈ നേതാക്കന്മാരും ആൾക്കാരും വന്നിട്ട് പറയും എന്ത് ഉടനെ അവർ തിരുത്തി കൊടുക്കും, പുതിയ സംഗതി പറഞ്ഞു കൊടുക്കും. തോല അവിടെ തന്നെ നിർത്തും. അപ്പൊ പിന്നെ തീരുമാനം. നമ്മളുടെ നരകവും സ്വർഗവും തീരുമാനിക്കുമ്പോൾ നമ്മൾ ഇടപെടണം. കാരണം ഇവരൊന്നും അവിടെ വരൂല, ഇവരൊന്നും ഇടപെടൂല. നമ്മളെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കും. സുഹൃത്തുക്കൾ, ഒരു തൗഫീഖാണ്. തഖ്വക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് എന്ത് അറിയോ?
ഇൻ തത്തഖു യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖു യജ്അൽ ലക്കും ഫുർഖാൻ. സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹ് തഖ്വയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് എല്ലാവർക്കും കിട്ടൂല. അബൂതാലിബിന് കിട്ടിയോ? അബൂതാലിബിന് കിട്ടിയോ? കിട്ടൂല. അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ കാര്യം. സത്യത്തെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അത് തഖ്വയുള്ളവനെ കൊടുക്കും. ദീനിൻ്റെ പേര് പറഞ്ഞ് അതിൽ വ്യാജം പ്രവർത്തിക്കുന്നവർക്കും അതിൽ ആത്മാർത്ഥത പുലർത്താത്തവർക്കും വ്യക്തി ജീവിതത്തിൽ അത് അനുഷ്ഠിക്കാത്തവർക്കൊന്നും അല്ലാഹ് എന്ത് കൊടുക്കൂല? സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കൂല. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖു യജ്അൽ ലക്കും ഫുർഖാൻ. അത് അല്ലാഹ് തരുന്ന ഒരു അനുഗ്രഹം. ഒന്ന് ഓതി വെക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതി ഉലൈക യനാലുഹും നസീബുഹും മിനൽ കിതാബ് ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ അയ്ന മാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ് ഖാലൂ ലല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം وشهدوا على أنفسهم أنهم كانوا كافرين قال ادخلوا في قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون